നമ്മുടെ ഈ പച്ചമുളക് ഇപ്പോൾ പച്ചമുളക് വേനൽക്കാലമായതിനാൽ അധികം മുളക് നമുക്ക് പിടിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് ചൂടാണ്. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ചില പൂക്കളൊക്കെ ശരിയായ രീതിയിൽ ഇത് എന്താ പറയുക സംഘടന നടക്കാത്തതിനാൽ പൂക്കളൊക്കെ ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇനി മഴക്കാലത്ത് വരാൻ പോവുകയാണ്. മെയ് മാസം ഏകദേശം തീരാറായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ടോ, എന്നാലും നമ്മുടെ പച്ചമുളക് ഉണ്ടോ നന്നായിട്ട് കാഴ്ചക്കുന്നുണ്ടോ. ഇതാ എല്ലാ കമ്പുമേലും ഇവിടെ ഈ കമ്പുമേലുണ്ടോ, ഇരിക്കുന്നു. ഈ കമ്പുമേലുണ്ട്, ഈ കമ്പുമേലുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് ഒരു ചീര, അവനിങ്ങനെ നമ്മുടെ വീട്ടിലെ എല്ലാ ഗ്രോ ബാഗിലും ചീര ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരു പച്ച ചീര ഉണ്ടെങ്കിൽ അവൻ മൂത്ത് കഴിഞ്ഞാൽ അവ ഈ കാറ്റത്ത് വന്നിട്ട് എല്ലാ ഗ്രോ ബാഗിലേക്കും അവന് ഇങ്ങനെ ചാടി വീഴും. അപ്പം അവിടെ എല്ലാം ഇതേപോലെ തന്നെ പച്ചമുളക് അല്ലെങ്കിൽ ചീര എല്ലാ സ്ഥലത്തും ചീര ഉണ്ടാവും. നമ്മൾ നടന്നതല്ല, അത് തന്നെ മുളച്ച് വരുന്നതാണ്. പുല്ലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഈ പുല്ലിനെയൊക്കെ ഈ കാടുകളെയൊക്കെ നമ്മൾ പറിച്ച് കളയണം. ഇപ്പോൾ ഈ കാടിനെ നമുക്ക് ഈ പറിച്ച് കഴിഞ്ഞാൽ ഇത് പുല്ലാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല നൈട്രജനാണ്. ചെടികൾക്ക് നല്ല നൈട്രജൻ തന്നെ നമുക്ക് ഇതിനകത്ത് ലഭ്യമാക്കും. ഞാൻ ഇനി ഇതിൻ്റെ കീടബാധ, ഈ വെള്ളീച്ച ഉണ്ടാവും, കായീച്ച ഉണ്ടാവും. ഇതിൻ്റെ കീടബാധയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് പഴയം കഞ്ഞി വെള്ളത്തിനകത്തേക്ക് 1 ലിറ്റർ പഴയം കഞ്ഞി വെള്ളത്തിനകത്തേക്ക് 1 പിടി ചാരം ഇടുക. എന്നിട്ട് ആ ചാരം ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, 1 സ്പൂണ് മഞ്ഞപ്പൊടിയല്ലേ, മഞ്ഞൾപ്പൊടി. ഈ കടയിൽ നിന്ന് കിട്ടുന്ന സാധനം മഞ്ഞപ്പൊടിയാണ്. കാരണം അതിന് മഞ്ഞ നിറയെ ഉണ്ടാവുള്ളൂ. നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് വീട്ടിൽ പൊടിച്ച് എടുക്കുന്ന സാധനമാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒറിജിനൽ മഞ്ഞൾപ്പൊടിയിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. അത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 പിടി ചാരവും 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു മിക്സ് ചെയ്തങ്ങ് വെക്കുക. അതിനുശേഷം നിങ്ങൾ അത് ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് ആക്കുക. അതിനുശേഷം നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഇലയിൽ മുഴുവൻ തളിച്ച് കൊടുക്കുക. അതുപോലെ ഈ ചോട്ടിൽ നിങ്ങൾ ഇതേപോലെ നിറച്ച് ഒഴിച്ചും കൊടുക്കുക. അപ്പോൾ ഈ പച്ചമുളകിൽ വരുന്ന എല്ലാ കീടബാധ പോവുകയും ചെയ്യും. ഈ ചാരം അഥവാ വെണ്ണീർ ഈ ചെടികൾക്ക് പൊട്ടാഷിൻ്റെ ഒത്തിരി ആവശ്യമുള്ളതാണ്. പൂക്കാനും കായ്ക്കാനും ഒക്കെ പൊട്ടാഷിൻ്റെ ആവശ്യമുള്ളതാണ്. അപ്പം നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും, നന്നായിട്ട് പൂക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ കൊമ്പുകളിലും നമുക്ക് ഇത് കുഞ്ഞു ചെടിയാണ്. എനിക്കൊന്ന് 2-2.5 മാസമായിട്ടുള്ളൂ. എന്നാലും നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ഇവിടെ ലഭ്യമാകും. ഇതേപോലെ ഒരു കുഞ്ഞു ചെടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എല്ലാ ഗ്രോ ബാഗിനകത്തുമ്പോൾ 1-2 ചീര ഉണ്ടാവും. ഞാൻ നടുന്നതല്ല, അവന്മാർ തന്നെ മുളച്ച് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വരുന്നതിന് വരെ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അപ്പോൾ ഇത് വെണ്ണീർ ചാരം എന്ന് പറയും. നമ്മൾ നല്ല മരം കത്തിച്ച ചാരമാണ്, അടുപ്പിൻ്റെ ഉണ്ടാക്കുന്ന ചാരമാണ്. അപ്പോൾ ഈ പച്ചമുളകിന് എപ്പോഴും നല്ലത് ചാരമാണ് അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് നമ്മൾ ചാരം ഇട്ട് കൊടുക്കുക. ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുതയിടുന്നത് പോലെ തന്നെ നമ്മൾ കരിയിലകൾ നന്നായിട്ട് കരിയില ഇട്ട് കൊടുക്കുക. ഉണങ്ങിയ ഇലകൾ നന്നായിട്ട് ഗ്രോ ബാഗിൻ്റെ ഈ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തും ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉണക്കി പൊടിച്ച നമ്മുടെ കരിയിലയാണ്. ഇതുണ്ട്, ഉണക്കി പൊടിച്ച നല്ല ഉണങ്ങി പൊടിഞ്ഞ കരിയിലകളാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം തന്നെ ഒരു ചട്ടിയിൽ അത്യാവശ്യമായിട്ടുണ്ട്. ഇതൊരു 2 മാസം കഴിയുമ്പോഴത്തേനും ഇത് നല്ല ചാണകം പോലെയായി തീർന്നിരിക്കും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ പോട്ടിംഗ് മിശ്രിതമാണ്. എല്ലാ ഇതുണ്ട്. ഇതിനകത്ത് ആട്ടിൻ കാഷ്ടമുണ്ട്, അതേപോലെ തന്നെ എല്ലുപൊടിയുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, കുറച്ച് ചാണകപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിശ്രിതമാണ്. നമ്മൾ കുറച്ച് പോട്ടിംഗ് മിശ്രിതം നമ്മൾ ഇട്ട് കൊടുക്കുക. ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ പച്ചമുളക് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടും എല്ലാ കമ്പുകളിലും നന്നായിട്ടും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മളെല്ലാവരും തീരുമാനമെടുക്കുക. നമുക്ക് നമ്മുടെ വീടാണെങ്കിൽ, ഫ്ലാറ്റാണെങ്കിൽ, നമ്മൾ താമസിച്ച സ്ഥലത്താണെങ്കിൽ
2 പച്ചമുളകിൻ്റെ തൈ വെക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉള്ള പച്ചമുളക് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. യാതൊരു വിധ കീടബാധയില്ലാത്ത പച്ചമുളകിനെ നമുക്ക് കൃഷി ചെയ്ത് എടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇതുണ്ട് നമ്മുടെ ചട്ടി കണ്ടോ. അപ്പോൾ ഇത് വേറെ ഇത് ഉണ്ടമുളകാണ്. ഭയങ്കര എരിവാണ് ഇതിന്. ഈ ഉണ്ടമുളക് എല്ലാ കമ്പനിയിലും ഉണ്ടമുളക് നന്നായിട്ട് കായ്ച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3 മാസമായൊരു തൈ നട്ടിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതുണ്ട് ഉണങ്ങിയ പൂക്കളൊക്കെ. അത് കാരണം വെച്ചാൽ ഈ ചൂട് കാരണം ഉണങ്ങിയ പൂക്കളാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചട്ടിക്കകത്ത് ആകെ ഇത്രയും പോട്ടിംഗ് മിക്സറേ ഉള്ളൂ. ഒരു പകുതിക്കകത്ത് പോട്ടിംഗ് മിക്സറേ ഉള്ളൂ. അപ്പം ഇനിയാണ് ഈ മഴക്കാലം വരുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് എല്ലാ വളങ്ങളും ചെയ്ത് നമ്മുടെ തൈകളെ നമ്മൾ സംരക്ഷിച്ച് വെക്കേണ്ടത്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരിക. ഇനി എനിക്കറിയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവരും കാണട്ടെ. ജൈവ രീതിയിലാണ് നമ്മുടെ എല്ലാ കൃഷികളും നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ കീടബാധിതയോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്.